അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനുഷ്യനെന്ന പരിഗണന നൽകലാണ് മാനവികതയുടെ സത്ത. ഐക്യരാഷ്ട്രസഭയുടെ മാനവിക വികസന സൂചികയെ അടിസ്ഥാനമാക്കി 4 കാര്യങ്ങളെ അവിടുന്ന് പറയുന്നുണ്ട്. സാമൂഹികം, സാമ്പത്തികം, വിദ്യാഭ്യാസം എന്നിങ്ങനെയാണ് അതിൽ തുടർന്നു വരുന്നത്. ഇസ്ലാമിക മീഡിയകളും ശത്രുക്കളും പ്രചരിപ്പിക്കുന്ന നുണക്കഥകളും വിദണ്ഡവാദങ്ങളും മാറ്റിവെച്ച് ഇസ്ലാമിൻ്റെ പ്രമാണമായ ഖുർആനും പരിശുദ്ധമാക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം മതം തീർച്ചയായും മാനവികതയുടെ പക്ഷത്താണെന്ന്. മതമൊരിക്കലും ആരെയും കൊല്ലുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപദ്രവിക്കാനോ പഠിപ്പിക്കുന്നില്ല. ലോകം മനുഷ്യാവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ പ്രഭാഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമുണ്ട്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാസ ഫീ ഷഹരിക്കും ഹാസ ഫീ ബലദിക്കും ഹാസ. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഈ പ്രദേശത്തിൻ്റെയും മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും വിശുദ്ധി പോലെ നിങ്ങളുടെ ശരീരത്തിനും സമ്പത്തിനും അഭിമാനത്തിനും വിശുദ്ധിയുണ്ട്. അതൊരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിരീക്ഷണം. പല ആൾക്കാരും ഇസ്ലാമിൽ നടക്കുന്ന യുദ്ധങ്ങൾ അത് തെറ്റാണ്, അഥവാ അത് മനുഷ്യരെ അപമാനപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ ചെയ്യുന്ന രൂപത്തിൽ അവരുടെ മനുഷ്യത്വത്തിന് തന്നെ ചോദ്യചിഹ്നമാണെന്ന് പറയുന്ന ചില ഇസ്ലാമിക വിരുദ്ധ സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നടത്തിയ എല്ലാ യുദ്ധങ്ങളും ഏതെങ്കിലും ഇസ്ലാമിൻ്റെ ആവശ്യങ്ങൾ അഥവാ അത് നിർബന്ധിത സാഹചര്യങ്ങളിൽ സന്ധികൾ തോറ്റുപോയെടുത്താണ് ഇസ്ലാമിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും. ബദർ എടുത്തു നോക്കിയാലും ഉഹദ് യുദ്ധം എടുത്തു നോക്കിയാലും ഇതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാം മതം ഒരു മനുഷ്യൻ്റെ ജീവന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് വലാ തഖ്തുലു നഫ്സ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു മനുഷ്യനെ അതിൻ്റെ യാഥാസ്ഥികത കൂടാതെ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മാത്രമല്ല, മതം എല്ലാ നിലക്കും മനുഷ്യന് പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. വർഗം, വർണ്ണം, ഭാഷ എന്ന രീതിയിൽ ഇസ്ലാമിക രാജ്യത്തോ അഥവാ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പ്രദേശത്തോ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കൊലപാതകങ്ങളോ മറ്റോ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് തങ്ങളാണ് മനുഷ്യാവകാശത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളുടെയും സ്വേച്ഛാധിപർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യഹത്യകൾ നടക്കുന്നത്. യൂറോപ്പിൽ മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി IRR എന്ന സംഘടന ഒരു സർവേ നടത്തിയപ്പോൾ ഒരു ദിവസം മാത്രം ഏകദേശം 130-ൽ പരം കുറ്റകൃത്യങ്ങളാണ് യൂറോപ്യൻ കൺട്രികളിൽ നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതവും മറ്റു മതങ്ങളെയും അപേക്ഷിച്ച് മതം കൃത്യമായ പരിഗണന തന്നെ എല്ലാവർക്കും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അടിമ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞ് ഇസ്ലാമിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ അധ്യായത്തിൽ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടിമകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഒരിക്കലും ഒരടിമയെ അടിമ എന്ന പേരിട്ട് വിളിക്കാൻ കൽപ്പിക്കുന്നില്ല. മറിച്ച് അടിമയെ തങ്ങളിൽ ഒരാളായി കാണാനാണ് വിശുദ്ധമാക്കപ്പെട്ട മതം നമ്മോട് കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.